ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൺമുമ്പിലുണ്ടായിട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ഭീകരാച്ച. ഒന്നും മിണ്ടാൻ പോലും ആവാതെ വല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലെ ഞാൻ. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ വരുമ്പോഴല്ലേ അവരെത്ര പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. ഏത് സന്ദർഭത്തിലും താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. ആ ഒരു ഉറപ്പ് വരെ തനിക്ക് മതി. ഞാനും അങ്ങനെ തന്നെയാ, എന്നും സാറിനോടൊപ്പം ഉണ്ടാവും. അർജുൻ, അർജുൻ, അർജുൻ. അമ്മ വിളിക്കുന്നുണ്ട്. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ശരി. എന്താ അമ്മേ? അമ്മേ, ഞാൻ വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ തോന്നലുകൾ ശരിയാണെന്ന ധാരണയില് നീ തന്നെ അതൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. സോറി അമ്മ. അമ്മ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഐശ്വര്യ ഒരു പാവാണമ്മേ. എല്ലാം കൊണ്ടും എനിക്ക് ചേർന്നൊരു പെൺകുട്ടി. അമ്മ കരുതിയ ഒരു മരുമകള് തന്നെയാ അവള്. അമ്മ നോയിക്കോ, എന്നെക്കാളും അമ്മയെ സ്നേഹിക്കാൻ പോകുന്നത് അവളായിരിക്കും. അവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അതെ അമ്മേ, എല്ലാം അറിഞ്ഞിട്ട് നല്ലപോലെ ആലോചിച്ച് തന്നെയാ ഞാൻ തീരുമാനിച്ചത്. അമ്മയുടെ മകന് അങ്ങനെ അബദ്ധം പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. മോളെ, ഞാനിപ്പോ തമ്പാനൂരുണ്ട്. നിങ്ങൾ എവിടെ ഉള്ളത്? സ്ഥലം പറ, അച്ഛൻ അങ്ങോട്ട് വരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. അച്ഛാ, അതിങ്ങോട്ട് വരാന്ന് പറഞ്ഞ. എത്ര ദിവസമായി മോളെ നിങ്ങൾ അച്ഛനൊന്ന് കണ്ടിട്ട്? നീ സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വേണം വരാൻ. ഇവിടെ ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി, ചോദ്യം പറച്ചിലൊക്കെ ആവും. ശരി മോളെ, ഞാൻ അഡ്രസ് കൂടി പറയും. ശരി. ഞാൻ രാവിലെ ചിന്നിനോട് സംസാരിച്ചിരുന്നു ചന്ദ്രാമൻ. പക്ഷെ അയാൾ എന്നോട് മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. അറിയാലോ അവരുടെ അവസ്ഥ. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അവരിവിടെ എപ്പോഴും തങ്ങുന്നത്. അപ്പോ ഇതുപോലൊരു സംഭവം കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? നീ ഒന്ന് വേഗം റെഡിയായേ, എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അച്ഛൻ പോയിട്ട് വാ, എനിക്കൊന്നിനും തൽക്കാലം വയ്യ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അച്ഛാ. അങ്ങനെ അല്ലല്ലോ. എടാ, എന്താ കാര്യം അച്ഛനോട് പറയടാ. അച്ഛാ, ഞാനും ചിന്നും തമ്മിൽ പിണങ്ങി. കേൾക്കുന്നവർക്ക് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം.
ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്നും മിണ്ടാൻ പോലും ആള് തയ്യാറാവുന്നില്ല. കൺമുമ്പിലുണ്ടായിട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ഭീകരാച്ച. ഒന്നും മിണ്ടാൻ പോലും ആവാതെ വല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലെ ഞാൻ. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ വരുമ്പോഴല്ലേ അവരെത്ര പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഭദ്രേട്ട. എല്ലാവരും ഇത് അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഞാനും അറിഞ്ഞത്. നേരത്തെ ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അന്നേ ക്ലോസ് ചെയ്തേനെ. നീ നേരത്തെ അറിഞ്ഞാലും എപ്പോ അറിഞ്ഞാലും അത് എന്റെ വിഷയമല്ല. എന്റെ വിഷയം എന്റെ മോളാ. അവളെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഇപ്പൊ അവനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതാ. പക്ഷേ അവൻ അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റിയില്ല. എന്താ പറയാൻ പറ്റാത്തത്? നിനക്ക് എന്റെ മോളെ വേണ്ട, അത് തന്നെ കാര്യം. അല്ലെങ്കിൽ നീ പറ അവൾ എവിടെയുള്ളതാണെന്നും ആരുടെ മോളാണെന്നും. ഞാൻ പോയി അങ്ങക്ക് രണ്ടെണ്ണം പൊടിച്ചിട്ടേ മോളോട് ഇതിൽ നിന്ന് പിന്മാറാൻ പറയാം. അതൊന്നും എനിക്കും അറിയില്ല, അവൾ എവിടെയുള്ളതാണെന്നും ആരുടെ മകളാണെന്നും. എത്ര? 100 രൂപ. നീ എത്ര ആലോചിച്ചിട്ട് കാര്യമില്ല കുഞ്ഞോളെ. ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാനാ ഞാൻ മുന്നേ പറഞ്ഞത് ഒരു നിശ്ചയമെങ്കിലും നടത്തി വെക്കാമെന്ന്. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ആ പെണ്ണെ കണ്ടുപിടിച്ചോ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടോ എന്ത് ചെയ്തിട്ടായാലും ഇത് മുടങ്ങണം. ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞേക്ക് തന്നെ ഈ വീട്ടിൽ നടക്കൂ. അവസാനം പെങ്ങയുടെ ജീവിതം ഈ കൂടപ്പുറപ്പ് തൊലച്ചെന്ന് പറയരുത്.